ഹലോ, സാദിഖലിയാണ് സംസാരിക്കുന്നത്. മഞ്ചേരി ദാറുസുന്ന സ്ഥാപനത്തിൻ്റെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം എന്നുള്ള തീമിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പുതുതലമുറയെ, വിദ്യാർത്ഥികളെ, രാഷ്ട്രീയ പ്രമുഖരെ ഇത്തരം വിഷയങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഇതുപോലെയുള്ള സെമിനാറുകൾ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാ സമയത്തും പരിസ്ഥിതി ദിനത്തിന് ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള തീമുകളിലാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. സാധാരണ മനുഷ്യരിൽ പല ആളുകളും പരിസ്ഥിതി ദിനത്തിന് എല്ലാ വർഷവും ഒരു കുഴിയിൽ തന്നെ ഓരോ വർഷവും മരം വെക്കുന്ന സിസ്റ്റമാണ് കാണാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ നടുന്ന ഓരോ പുൽനാമ്പുകളും ഓരോ പച്ചപ്പും ഭാവിയിൽ വരുന്ന തലമുറകൾക്കും അതിൽ വരുന്ന ജീവജാലങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ വർഷത്തെ തീം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും നമ്മൾ പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെയൊക്കെ മുൻപിൽ തന്നെയുണ്ട്. പ്രളയ സമയത്ത് വെള്ളക്കെട്ടുകൾ കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളാണ് നമ്മളിലെ ആളുകളൊക്കെ. ഇത്തരം വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത സ്ഥിതികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഭൂമിയിലും സമുദ്രത്തിലുമെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായിട്ടുള്ള കടന്ന് വരവ് കാരണം ഓരോ സമയത്തും കാടുകളിലും വെള്ളക്കെട്ടുകളിലും പുഴകളിലും നദികളിലൊക്കെ അമിതമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെയൊക്കെ ഭക്ഷണത്തിലൊക്കെ ഭാഗമാവുന്നുണ്ട്. അതിൻ്റെ പുറമെ ഓരോ ജീവജാലങ്ങളും പ്ലാസ്റ്റിക്കൊക്കെ കഴിക്കുന്ന സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊക്കെ വീട്ടിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ പോയിട്ട് നമ്മളെ വീട്ടിലേക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു സഞ്ചി ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. ഒരു കുപ്പി നമുക്ക് കയ്യിൽ കരുതാൻ പറ്റും. ഒരു വെള്ളത്തിൻ്റെ കുപ്പി നമുക്ക് കയ്യിൽ കരുതാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓരോ ആളുകളിൽ നിന്നും, രക്ഷിതാക്കളിൽ നിന്നും, കുട്ടികളിൽ നിന്നും, വിദ്യാർത്ഥികളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, വിവിധ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ നമുക്ക് നല്ലതായിരിക്കുമെന്ന് വിചാരിക്കാറുണ്ട്. നമ്മുടെ ലോക പരിസ്ഥിതി ദിനത്തിന് അത്തരം ഒരു മാറ്റം ഉണ്ടാവാൻ നമ്മൾക്ക് എല്ലാവർക്കും മുൻകൈ എടുത്തിട്ട് തീരുമാനിക്കാം. ഒരു പ്ലാസ്റ്റിക് കുറച്ച് ഉള്ള ജീവിത രീതിയിലേക്ക് നമുക്ക് മാറാനും കഴിയട്ടെ. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.